തവണ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഹാജരാകേണ്ടി വന്നു, കേസ് നടത്താൻ പോകേണ്ടി വന്നു. തീർച്ചയായും മുരുകദാസ് അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ പോലും വളരെയധികം കഷ്ടപ്പാടുകൾ നടത്തിയിട്ടാണ് നമുക്ക് ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോം രൂപീകരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുക. 2025 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകെ 2 പാർട്ടികൾക്കാണ് രജിസ്ട്രേഷൻ നൽകിയിട്ടുള്ളത്. തമിഴ്നാട്ടിലെ TVK എന്ന പാർട്ടിക്കും ISTD എന്ന പാർട്ടിക്കും, 2 പാർട്ടിക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇത്തരത്തിലൊരു പാർട്ടി രജിസ്റ്റർ ചെയ്ത് ജനതാദൾ അതിൽ ലയിക്കാനുണ്ടായ സാഹചര്യം ഞാൻ അതിലേക്ക് ദീർഘമായി കടക്കേണ്ടതില്ല. സ്വാഗത പ്രസംഗത്തിലടക്കം അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും ഒക്കെ പറയുകയുണ്ടായി. എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് കൃത്യമായി നമ്മുടെ മുഖ്യമന്ത്രി, നമ്മൾ ഈ ഡെവലപ്മെന്റ്സ് എല്ലാം ഓരോ ഘട്ടത്തിലും ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാരെ അറിയിച്ചുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിൽ കൃത്യമായി നാം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, അതിൻ്റെ കാലിക പ്രസക്തി കേരളത്തിലെ മുഖ്യമന്ത്രി CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ആശംസ സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിനോയ് വിശ്വവും സമാന രീതിയിൽ തന്നെ ആശംസ അറിയിച്ച് അഭിവാദ്യങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കേരളത്തിലെ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന വീക്ഷിക്കുന്ന ആളുകൾ നമ്മുടെ പുതിയ സംവിധാനത്തെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷകൾ സമർപ്പിക്കുന്നുണ്ട്. പഴയതെല്ലാം മോശമായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. 1977 ജനത എന്ന പേര് നമ്മൾ സ്വീകരിക്കുന്നത്. 77 ജനത രൂപീകരിക്കുന്ന സമയത്ത് ജനസംഘം അടക്കമുള്ള പാർട്ടികൾ, ജനസംഘവും സോഷ്യലിസ്റ്റ് പാർട്ടിയും സംഘടനാ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഒരുമിച്ച് ചേർന്നാണ് ജനത എന്ന ആദ്യം 1977 രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു മൊറാർജി ദേശായി. ചരിത്രത്തിലേക്കല്ല പോകാൻ ശ്രമിക്കുന്നത്. 1975 മുതൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങൾ മുഴുവൻ ധ്വംസിച്ച് ഭരണം നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റിക്കളയാൻ വേണ്ടിയാണ് ജനസംഘം കൂടി ലയിച്ചു ചേർന്നൊരു പുതിയ പാർട്ടി രൂപീകരിച്ചു. നാം തിരിച്ചറിയണം, ആ ജനതാ പാർട്ടിയിലൂടെ ജനസംഘത്തിന് അതിന്റെ പരിപാടികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മതപരിവർത്തനത്തിനെതിരെ അന്ന് OPT-ആക്കി കൊണ്ടുവന്ന ബില്ലിനെ തോൽപ്പിച്ചു. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായി കൊക്കക്കോള നിരോധനം അടക്കമുള്ള കുത്തകളെ നിയന്ത്രിക്കുന്ന നടപടികൾ ആ കാലത്ത് ആരംഭിക്കാൻ കഴിഞ്ഞു. പിന്നീട് ഭരണം പോയി, അതൊക്കെ ചരിത്രം അധികം പറയേണ്ട കാര്യമില്ല. 1989 VP സിംഗിന്റെ ഗവൺമെന്റ് വന്നു. 1977 മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് കാലത്ത് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഓർഡർ ചെയ്ത മണ്ഡൽ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പൊ നാം തിരിച്ചറിയേണ്ടത്, നമ്മുടെ ഗവൺമെന്റുകൾ ലയിച്ചു ചേർന്ന മറ്റു പാർട്ടികളുടെ ജനസംഘമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. VP സിംഗിന്റെ കാലത്ത് ജനസംഘം നമ്മുടെ പാർട്ടിയിലില്ലെങ്കിലും BJP-യുടെ പിന്തുണയോടുകൂടിയാണ് നമ്മൾ ഭരണം നടത്തിയിരുന്നത്. ആ പാർട്ടികളുടെ അല്ലെങ്കിൽ ജനസംഘമടക്കം വർഗീയ കക്ഷികളുടെ അജണ്ട നടപ്പാക്കാൻ സമ്മതിക്കാതിരുന്നു എന്നതാണ് നമ്മുടെ ജനതാ പ്രസ്ഥാനത്തിന്റെയും ജനതാ ഗവൺമെന്റുകളുടെയും നേട്ടമായി നമ്മൾ കാണുന്നത്. കാലം മാറി. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വലിയ തോതിൽ വളർന്നു. ആ വളർച്ചയ്ക്ക് കോൺഗ്രസിനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. 1980 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴാണ് ജനതാ പാർട്ടി വിട്ട് പഴയ ജനസംഘക്കാരുടെ നേതൃത്വത്തിൽ തന്നെ BJP രൂപീകരിച്ചത്. അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പ് 84 84 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേവലം 2 MP-മാർ മാത്രം ഉണ്ടായിരുന്ന പാർട്ടിയാണ്. പക്ഷെ ഇങ്ങോട്ട് ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് എന്ന പാർട്ടിയും മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചിടത്തു നിന്നാണ് BJP വളരുവാൻ ശ്രമം ആരംഭിച്ചത്. പ്രത്യേകിച്ച് അയോധ്യ വിഷയം. അയോധ്യ ഒരു വിഷയമാക്കി BJP-ക്ക് പ്രചരണായുധം നൽകിക്കൊടുത്തത് കോൺഗ്രസ് ആണ്. നരസിംഹറാവുവിന്റെ കാലത്താണ് ബാബറി മസ്ജിദ് പൊളിക്കുന്നത്.
അപ്പോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീയത ഊതിക്കത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ ശക്തിയായി വളരുവാൻ വേണ്ടി BJPക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ പങ്ക് ഒരു കാലഘട്ടത്തിൽ നമുക്ക് വിസ്മരിക്കാനാവില്ല. ഇന്ന് രാജ്യത്തിന് മുമ്പിൽ നമ്മുടെ മുൻ പ്രാസംഗൻ ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടിയേട്ടന്റെ പ്രസംഗത്തിലും മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിലും ബിനോയ് വിശ്വത്തിന്റെ സന്ദേശത്തിലുമൊക്കെ എത്രമാത്രം അപകടകരമായ വിധത്തിൽ വർഗീയ പ്രതിരോധ ശക്തികൾ ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും കൈകടത്തിയിരിക്കുന്നത് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് ഈ വർഗീയ ശക്തികൾ വളർന്നു വരുവാനും ഭരണം പിടിച്ചെടുക്കുവാനും സമസ്ത മേഖലകളിലേക്കും അവരുടെ കരങ്ങൾ കൊണ്ടെത്തിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അതാത് കാലഘട്ടങ്ങളിലെ നിലപാടുകൾ കൊണ്ടാണ്. ജവഹർലാൽ നെഹ്റു അടച്ചിട്ടടുത്താണല്ലോ രാജീവ് ഗാന്ധി തുറന്നുകൊടുത്ത് നരസിംഹറാവുവിന്റെ കാലത്ത് അതെല്ലാം വന്ന് പിന്നീട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി BJP ഉപയോഗിച്ച തുറുപ്പ് ചീട്ടെന്ന് പറയുന്ന അയോധ്യ ക്ഷേത്രമാണ്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ രാജ്യത്തിന്റെ ഫെഡറലിസവും ഇവിടുത്തെ മതേതരത്വവും വ്യത്യസ്ത ഭാഷകൾ ഉപയോഗിക്കുന്ന നമ്മുടെ സംവിധാനവും ബഹുസ്വരതയും എല്ലാം നശിപ്പിക്കുന്ന രൂപത്തിൽ എല്ലാം ഒന്ന് വൺ നേഷൻ വൺ ലീഡർ വൺ ലാംഗ്വേജ് എന്ന തരത്തിലേക്ക് ഈ നാടിനെ കൊണ്ടെത്തിക്കുന്ന BJPയുടെ ഭരണം ഇത്തരത്തിലാക്കിയെടുക്കുന്നതിൽ കോൺഗ്രസ് വഹിച്ചിട്ടുള്ള പങ്ക് നമുക്ക് വിസ്മരിക്കാനാവില്ല, വിസ്മരിച്ച് കളയാൻ പാടില്ല. വർഗീയത മാത്രമല്ല ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം. അതാണ് ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടിയേട്ടൻ തന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചത്. സോഷ്യലിസം പറയുന്ന രാജ്യത്ത് എവിടെ എത്തി നിൽക്കുന്നു അതിന്റെ കൃത്യമായ സ്ഥിതിവിവര കണക്കുകളാണ് കൃഷ്ണൻകുട്ടിയേട്ടൻ ഇവിടെ സൂചിപ്പിച്ചത്. കുത്തകകൾ, മൂലധന ശക്തികൾ നമ്മുടെ വിഭവങ്ങൾ മുഴുവൻ ഉപയോഗിക്കുകയാണ്. സോഷ്യലിസം എന്ന് പറയുമ്പോൾ തന്നെ ഉൽപാദന മേഖലയുടെ ഒരു സാമൂഹ്യ ഉടമസ്ഥത എന്ന് പറയുന്നിടത്ത് ഇന്ന് സമ്പൂർണമായും ഉൽപാദനവും വിതരണവും കുത്തകളുടെ മൂലധന ശക്തിയുടെ കൈകളിൽ എത്തി നിൽക്കുക. അതുകൊണ്ടാണ് ഈ അന്തരം വർദ്ധിക്കുന്നത്. അന്തരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? കുത്തക ശക്തികൾക്ക്, മൂലധന ശക്തികൾക്ക് വലിയ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. പക്ഷെ ഇത് ആരംഭിച്ചത് എവിടെയാ? അതും കോൺഗ്രസിന്റെ അടുത്തുനിന്ന് ആരംഭിക്കുന്നത്. അത് തന്നെ 1991 നരസിംഹറാവുവിന്റെ കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആരംഭിച്ച നവലിബറൽ ആഗോളീകരണ സാമ്പത്തിക നയങ്ങൾ, അതുവരെ രാജ്യം സ്വീകരിച്ച നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആരംഭിച്ച നയങ്ങളാണ്. പിന്നീട് മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ ആരംഭിച്ചത്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കി. അതിതീവ്രമായി ഇന്ന് BJP ആ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് BJP രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയ സമീപനങ്ങൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇപ്പോ ഏതെല്ലാം തരത്തിൽ ആസിയൻ കരാർ അടക്കം, ഘാട്ട് കരാർ അടക്കം എല്ലാം കോൺഗ്രസ് കൊണ്ടുവന്നത് വലിയ രൂപത്തിലാക്കി വലിയ തോതിൽ സാധാരണക്കാരെ പിരിയുന്ന ഒരു സാമ്പത്തിക നയസമീപനങ്ങൾ BJP ഇന്ന് നടപ്പിലാക്കുന്നത് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ്. ഇവിടെയാണ് BJP വിരുദ്ധ കോൺഗ്രസ് ഇതര രാഷ്ട്രീയം എന്ന് നമ്മൾ എപ്പോഴും പറയുക. BJPയുടെ വർഗീയ പരിപാടികൾക്കും സാമ്പത്തിക നയങ്ങൾക്കും ബദലാകുവാൻ കോൺഗ്രസിനാവില്ല. കാരണം കോൺഗ്രസ് ആണ് ഇത് ആരംഭിച്ചത്. ഒരു കാലത്ത് കോൺഗ്രസിനെ അധികാരത്തിൽ മാറ്റി നിർത്താൻ വേണ്ടി BJPയോടൊപ്പം നമ്മൾ സഹകരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ BJP അധികാരത്തിൽ മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസിന്റെ ഒപ്പം സഹകരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് രാഷ്ട്രീയ ശക്തികളും രാജ്യത്തിന് അപകടകരമാണെന്ന് തിരിച്ചറിവിൽ BJPയും കോൺഗ്രസിനെയും എതിർക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം, രാഷ്ട്രീയ നിലപാട് അതായിരിക്കണം പഴയ ജനതാദളിന്റെ നിലപാട് എന്ന് പ്രഖ്യാപിച്ച പ്ലീനറി സമ്മേളനമാണ് 2022 സെപ്റ്റംബറിൽ ബാംഗ്ലൂരിൽ നടന്ന സമ്മേളനം. ആ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കാനുള്ള നിയോഗം ലഭിച്ചത് എനിക്കാണ്, കേരളത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ. വളരെ കൃത്യമായി ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ, കാർഷിക മേഖലയിലെ ഇടപെടൽ, ആ സാഹചര്യങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് കൃത്യമായി നമ്മളൊരു രാഷ്ട്രീയ പ്രമേയം ബഹുമാനായ ശ്രീ HD ദേവഗൌഡ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ വെച്ച് ഞാൻ അവതരിപ്പിക്കും. ഞാൻ നാഷണൽ കൗൺസിലിന്റെ അംഗീകാരത്തോടെ അവതരിപ്പിക്കുകയുണ്ട്, പാസ്സാക്കിയതാണ്.
ആ രാഷ്ട്രീയ പ്രമേയത്തിലെ സത്തയിൽ നിന്ന് മാറാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആ രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ആപൽക്കരമായി രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല, ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പല രൂപത്തിൽ ഒരു ഭാഷ തന്നെ സംസാരിക്കണം, വേഷവിധാനങ്ങളിൽ ഒരുപോലെ തന്നെ വേണം, എല്ലാവരും ഒരു മതത്തിൽ ചിന്തിക്കണം, ഒരേ നേതാവിൽ ആശ്രയിക്കണം, ഫെഡറലിസം പാടില്ല. വലിയ അപകടകരമായ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2022 സെപ്റ്റംബർ മാസം ജനതാദളസിന്റെ പ്ലീനറി സമ്മേളനം അവതരിപ്പിച്ച അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിന്റെ വാചകങ്ങൾക്ക് വളരെ ശക്തിയുണ്ട്, വളരെയധികം പ്രസക്തിയുണ്ട് എന്ന ഒരു സാഹചര്യത്തിൽ നാം എത്തി നിൽക്കുന്നു. ആ സാഹചര്യം ഉടലെടുത്ത് രാജ്യത്ത് വന്നപ്പോ BJPയുടെ ഒപ്പം പിന്നെ എങ്ങനെയാണ് നമുക്ക് ചേരാൻ കഴിയുക? കോൺഗ്രസിന്റെ ഒപ്പവും ചേരാൻ കഴിയില്ല. അങ്ങനെ BJP എതിർക്കുകയും കോൺഗ്രസിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിലപാട് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ഉണ്ടാകണം. അതിനുള്ള ഒരു സ്വാഭാവികമായ ഇടം കേരളത്തിലുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇതാണ് നമ്മുടെ വ്യക്തമായ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാങ്കേതികമായി നമുക്ക് കഴിയാതെ വന്നു എന്നുള്ളത് കൊണ്ടാണ് ISJD എന്ന പാർട്ടി രൂപീകരിച്ചതും അതിലേക്ക് ജനതാദൾ കേരള ഘടകം ലയിക്കാൻ തീരുമാനിച്ചത്. നേരത്തെയുള്ള ഒരു പിളർപ്പിനെ സംബന്ധിച്ച് ജോസ് തെറ്റയിൽ ഇവിടെ പറഞ്ഞു. ഞങ്ങളുടെ 2 MLA-മാർ, ഞാനും ജോസ് തെറ്റയിലും അയോഗ്യരാകുമോ എന്ന ആശങ്കയിലാണ് ആ നിലപാടുകൾ എടുത്തത്. പക്ഷെ നിലപാടായിരുന്നു. ഇന്ന് ആ തരത്തിലുള്ള ആശങ്കകളൊന്നുമില്ല. കാരണം ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിലാണ് കൂറുമാറ്റത്തെ പറ്റി പറയുന്നത്. ഒരു പാർലമെന്ററി പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ 3-ൽ 2 മറ്റൊരു പാർട്ടിയിൽ ലയിച്ചാൽ അത് ലയനമാണെങ്കിൽ കൂറുമാറ്റം ബാധകമല്ല. ഇത് 3-ൽ 2 അല്ല, ഞങ്ങൾ 100% ലയിക്കുക. ആ സാങ്കേതിക പ്രശ്നമൊന്നുമില്ല. സാങ്കേതിക മാത്രമല്ലല്ലോ നമ്മുടെ വിഷയം. എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തുക എന്നത് മാത്രമല്ല ലക്ഷ്യം. അത് ലക്ഷ്യമാണ്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. നമ്മുടെ നാട്ടിന്റെ ഘടനകൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു ദർശനം ഉണ്ടാകണം. ആ ദർശനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിപാടികൾ ഉണ്ടാകണം. ആ ലക്ഷ്യത്തിലേക്ക് നാടിനെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ ഒരു ആയുധം എന്ന നിലയിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസക്തി. പാർട്ടിയിൽ തന്നെ ഒരു അന്തമല്ല. പാർട്ടിയാകുന്നത് അത് ഉന്നയിക്കുന്ന പ്രത്യയശാസ്ത്രപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അവിടേക്ക് നാടിനെ കൊണ്ടെത്തിക്കുകയും, അവിടെ ഒരുപക്ഷെ ഒരു രാജ്യത്തിന്റെ കെട്ടുപാടുകൾ മാത്രമായിരിക്കില്ല, നീതിയുക്തമായ ഒരു ലോകക്രമം നമ്മുടെ കാഴ്ചപ്പാടിലുണ്ട്. അതാണ് നമ്മുടെ സഹാക്കൾ രാവിലെ മുദ്രാവാക്യം വിളിച്ചത്. സാമ്രാജ്യത്വം തൊലയട്ടെ, അധിനിവേശങ്ങൾ തൊലയട്ടെ, എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ഭാഗതയെ നിർണ്ണയിക്കുവാനുള്ള അവകാശം. അവിടെ പ്രത്യേകിച്ച് സോവിയറ്റ് റഷ്യയുടെ പതനത്തോടുകൂടി അമേരിക്ക ഒരു ലോക പോലീസായി പ്രവർത്തിച്ചുകൊണ്ട് ഒരു ഏകധ്രുവ ലോകക്രമത്തിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നീതിയുക്തമായ ലോകക്രമവും നമ്മുടെ കാഴ്ചപ്പാടിലുള്ളതാണ്. ഇപ്പൊ നീതിയുക്തമായ ലോകക്രമം, രാജ്യത്തിനുള്ളിൽ സമത്വാധിഷ്ഠിതമായ സാമ്പത്തിക ക്രമം, ഈ ലക്ഷ്യത്തിലേക്ക് നാടിനെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഫലപ്രദമായ ഉപാധിയായിരിക്കണം. അവിടെ മതേതരത്വം പ്രസക്തമാണ്. ആ ഉപാധിയായ രാഷ്ട്രീയ പാർട്ടി തന്നെ മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടി പ്രസക്തമല്ലാതായി മാറുകയാണ്. അതുകൊണ്ട് പാർട്ടികൾ, സംഘടനകൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള മാർഗമാണ്. ആ മാർഗത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നമ്മൾ ഒരുമിച്ച് മുന്നേറുകയാണ്. അതുകൊണ്ട് ഈ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ വ്യക്തമാകണം. പുതിയ പാർട്ടിയിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ആശയങ്ങളോട് യോജിപ്പുള്ള പരമാവധി ആളുകളെ നമുക്ക് പാർട്ടി ചേർക്കാൻ കഴിയണം. പാർട്ടി ശക്തമാകണം, സജീവമായി പ്രവർത്തിക്കണം, രാഷ്ട്രീയമായ വ്യക്തത ഉണ്ടാകണം. ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല. രാഷ്ട്രീയമായ വ്യക്തത ഉണ്ടാകണം. ആ വ്യക്തമായ കാഴ്ചപ്പാടിൽ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാൻ ഒരു ടീമായി നിന്ന്, എന്തെല്ലാം വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നത്, വളരാൻ പോകുന്നു. ഇന്നലെ ആരാണ്ട് കുറെ യോഗ ഇവിടെ ചേർന്നെന്ന് പറഞ്ഞു. നമ്മൾ അറിയുന്ന ഒരു പാർട്ടി പ്രവർത്തകന്റെ പേര് പോലും പത്രത്തിൽ കണ്ടില്ല. പാർട്ടിയുടെ സാധാ മെമ്പർ പോലും ആയിട്ടുള്ള ആളുകളല്ല. അതുപോട്ടെ, അതിലേക്ക് അത് കിടക്കുന്നില്ല. അപ്പൊ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്
ആശയങ്ങളോടുള്ള പ്രതിബദ്ധത പ്രഖ്യാപിച്ചുകൊണ്ട് ആ ആശയത്തിനെ അടിസ്ഥാനപ്പെടുത്തി അവിടേക്ക് ഈ നാടിനെ, ഈ ലോകത്തെ കൊണ്ടെത്തിക്കുവാനുള്ള നിരന്തരമായ പോരാട്ടത്തിനുള്ള ഒരു വേദിയായി ഈ സംഘടനയെ കാണുവാനുള്ള വിശാലമായ കാഴ്ചപ്പാട് ISJDയിലെ നമ്മളെല്ലാവരും ISJD പുതിയ പ്രവർത്തകരാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ പതാക, പുതിയ പാർട്ടിയുടെ പതാക നിങ്ങളിവിടെ കണ്ടു. പതാകയിൽ പച്ച നിറവും വെള്ള നിറവുമാണ്. ആ പതാകയുടെ ചേർത്ത് വെച്ചിരിക്കുന്ന പാർട്ടിയുടെ ചിഹ്നം പൽചക്രത്തിനുള്ളിൽ ഇര. വലിയ ദർശനവും കാഴ്ചപ്പാടും ഉള്ളതാണ്. അവിടെ പിടിച്ചു അവിടെ നിന്ന് വെറുതെ ഒരു കൊടിയല്ല ഇത്, ഇതിന് കാഴ്ചപ്പാടുണ്ട്. ഈ പച്ച നിറം കർഷകരെയും പ്രകൃതിയും സൂചിപ്പിക്കുന്ന നിറമാണ്. ഇതിന്റെ അകത്തുള്ള ഗിയർ ചക്രം തൊഴിലാളി വർഗത്തെയും വ്യവസായത്തെയും പ്രതികരിക്കുന്നു. ഇല കൃഷിയും പരിസ്ഥിതിയും, ഗ്രാമീണ ഇന്ത്യയും, വെളുപ്പ്, നീതി, സമാധാനം. അപ്പൊ ഈ പതാക കർഷക തൊഴിലാളി ഐക്യം, സോഷ്യലിസ്റ്റ് ആശയധാര, പരിസ്ഥിതി സംരക്ഷണം ഇവയെ സൂചിപ്പിക്കുന്ന ഇത് പാർട്ടി പതാകയിലെ ചിഹ്നമാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ചിഹ്നത്തിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കും. തെരഞ്ഞെടുപ്പ് ചിഹ്നമായി കിട്ടണമെങ്കിൽ പാർട്ടിക്ക് അംഗീകാരം കിട്ടണം. ഇപ്പൊ നമുക്ക് രജിസ്ട്രേഷനെ കിട്ടിയിട്ടുള്ളൂ, അംഗീകാരത്തിന് വേണ്ടി ശ്രമം നടക്കും. പതാകയിലെ ചിഹ്നം തന്നെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടല്ല കോൺഗ്രസ് ഉപയോഗിക്കുന്നത്. കോൺഗ്രസിന്റെ പതാകയിലെ ചിഹ്നം ചർക്കയാണ്, തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തിയാണ്. മറ്റു പാർട്ടികളിലും കൊടിയിലെ ചിഹ്നവും തെരഞ്ഞെടുപ്പ് ചിഹ്നവും രണ്ടാണ്. പക്ഷെ നമ്മൾ പതാകയെ സ്വീകരിച്ചിരിക്കുന്ന ചിഹ്നം, തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്താന്നുള്ള ഇലക്ഷൻ കമ്മീഷന്റെ അറിയാവുന്ന നടപടിക്രമങ്ങളിൽ വന്ന് ആവശ്യമായ മേൽനോട്ടം ഒരു ദിവസം വഹിക്കും. അർത്ഥവത്തായ ആശയം കർഷകരും കർഷക തൊഴിലാളികളും വ്യവസായങ്ങളും പരിസ്ഥിതിയെ കാര്യമായി ഗൗരവത്തിലെടുത്ത് പാർട്ടി പതാകയിൽ അത് ആലേഖനം ചെയ്ത് ഒരു പാർട്ടി കേരളത്തിലില്ല. നമ്മളാണ് ആദ്യമായി പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ചിഹ്നം നമ്മൾ ഇന്ന് അവതരിപ്പിക്കുക. അതിൽ വെള്ള നിറം നീതി സമാധാനം എന്ന് പറഞ്ഞാൽ ഈ വെറുതെ സമാധാനം. പോലീസ് സ്റ്റേഷനിൽ SI പറയുമ്പോൾ മിണ്ടരുത്, ഇനി മിണ്ടിപ്പോരുതെന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന സമാധാനമല്ല. നീതിയിലധിഷ്ഠിതമായ ഒരു സമാധാനം, അത് നീതിയിലധിഷ്ഠിതമായ ലോകക്രമം അടക്കം അത് സൂചിപ്പിക്കുന്ന വെള്ള നിറം അടക്കം അർത്ഥവത്തായ ഒരു പതാകയുമായി നമ്മൾ ഒരു പുതിയ പ്രസ്ഥാനവുമായി ഈ നാടിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചിരിക്കുകയാണ്. വലിയ സ്വീകാര്യതയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. വലിയ പ്രതീക്ഷകളാണ് നമ്മുടെ ആശയങ്ങളെ അംഗീകരിക്കാത്തവർ പോലും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഒരു ഘടകകക്ഷി എന്ന നിലയിൽ വ്യത്യസ്തമായ ആശയങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മൾ മാർക്സിസം അംഗീകരിക്കുന്നവരല്ല, നമ്മൾ ജനാധിപത്യ സയന്റിഫിക് സോഷ്യലിസം അല്ല, ശാസ്ത്രീയ സോഷ്യലിസം അല്ല നമ്മൾ സ്വീകരിച്ചത്, നമ്മൾ ജനാധിപത്യ സോഷ്യലിസ്റ്റ്വാദികളാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച നയങ്ങളുടെയും പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സഹകരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വായിച്ച സന്ദേശങ്ങളുടെ വ്യക്തമാകുന്നത്. അപ്പോ മനോഹരമായ അർത്ഥപൂർണമായ ഒരു പതാക, വലിയ ആശയങ്ങൾ, പ്രത്യയശാസ്ത്രപരമായ അടിത്തറ, അതിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തി ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ശക്തമായ ഉപാധിയായി ഈ പാർട്ടിയെ മാറ്റിയെടുക്കുവാൻ നമുക്കാവണം. നമ്മുടെ മുമ്പിൽ ആദ്യം എത്തിച്ചേരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേഖലാ ജാഥകളാണ്. 3 ജാഥകളാണ്. 3 ജാഥകൾ, ഒന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലകളിൽ. ആ ജാഥയിൽ പാർട്ടിയെ പ്രതികരിച്ച് ബഹുമാന്യനായ ശ്രീ PP ദിവാകരൻ പങ്കെടുക്കും. രണ്ടാമത്തെ ജാഥ തൃശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളാണ്. അവിടെ നമ്മുടെ പാർട്ടിയെ പ്രതികരിച്ച് KV ബാലസുബ്രഹ്മണ്യം പങ്കെടുക്കും. മൂന്നാമത്തെ ജാഥ എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട. അവിടെ നമ്മുടെ പാർട്ടിയെ പ്രതികരിച്ച് ജനറൽ സെക്രട്ടറി ശ്രീ സാബു ജോർജ് പങ്കെടുക്കും. അവരുടെ പാർട്ടി ഭാരവാഹിത്വമൊക്കെ താമസിയാതെ പ്രഖ്യാപിക്കും. ജാഥ അംഗങ്ങളായി വരുമ്പോഴത്തേക്കും അവർക്ക് പാർട്ടി ഭാരവാഹിത്വ അഡ്രസ് ഉണ്ടാകും. ഇപ്പൊ പേരുകൾ മാത്രം ഞാൻ പറയുന്നു.
പരിപാടികളിൽ ഈ കൊടി വെടിച്ച്, പുതിയ കൊടി, നമ്മുടെ മുദ്രാവാക്യങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന കൊടി, നമ്മുടെ ആശയങ്ങളുടെ ചിഹ്നമായ കൊടി, ആ കൊടി പിടിച്ച് വളരെ സജീവമായി ഈ ജാഥകളിൽ നമ്മൾ പങ്കെടുക്കണം. നമ്മുടെ സാന്നിധ്യം അറിയിക്കണം. നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്ന, നമ്മുടെ മുദ്രാവാക്യങ്ങൾ അറിയിക്കുന്ന ആദ്യം കിട്ടുന്ന അവസരമായി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേഖലാ ജാഥകളെ കണ്ടെത്താൻ എല്ലാ പ്രദേശത്തുള്ള പാർട്ടി പ്രവർത്തകർ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി ഇപ്പൊ എന്നെ സൂചിപ്പിച്ചത് വോട്ടേഴ്സിന്റെ പ്രശ്നങ്ങളുള്ള ഒരു സമയമാണ്. അർഹതപ്പെട്ട പല പേരുകളും നീക്കം ചെയ്യപ്പെടുകയാണ്. പത്രങ്ങളിൽ കണ്ടു കാണും, എന്റെ പേര് വോട്ടേഴ്സിലില്ല, എന്റെയോ എന്റെ ഭാര്യയുടെ എന്റെ മക്കളുടെ പേരില്ല. 2002 SIR ആണെന്ന് അവർ അവകാശപ്പെടുക. 2002 SIR അടിസ്ഥാനപ്പെടുത്തിയുള്ള വോട്ടേഴ്സ് ലിസ്റ്റിന്റെ നോക്കി ഞാൻ നോമിനേഷൻ കൊടുത്ത MLA ആയ ആളാണ്, എന്റെ പേരില്ല. ഇപ്പൊ ചേർക്കും, സുപ്രീം കോടതിയിൽ അടക്കം വിഷയം വന്നിട്ടുണ്ട്, ചേർക്കാതിരിക്കില്ല. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ BLAമാരുമായി സഹകരിച്ച് നമ്മുടെ പ്രവർത്തകർ സജീവമായി ഉണ്ടാകണം. ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ഒരു പുതിയ പാർട്ടി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടേതായ പരിപാടികളും ഓരോ സ്ഥലത്തും നടത്തി വളരെ പ്രസക്തമായ, പ്രാധാന്യമുള്ള, വളരെ അർത്ഥപൂർണമായ നിലപാടുകളുള്ള ഒരു പാർട്ടിയായി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടിയെ, മനോഹരമായ പേര്, മനോഹരമായ കൊടി, മനോഹരമായ ആശയങ്ങൾ, ഇത് നമുക്ക് ജനങ്ങളിൽ എത്തിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ അധ്യക്ഷപദം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നതായി ഈ സമ്മേളനത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി ശ്രീ PP ദിവാകരൻ സംസാരിക്കും.